ഹായ് മക്കളെ, ഞാൻ അഖിൽ അൻസാർ, സൈലത്തിലെ മാത്സ് ഫാക്കൽറ്റിയാണ്. അതുകൂടാതെ NIT കാലിക്കറ്റിൽ നിന്ന് ബിടെക്കും എംടെക്കും കംപ്ലീറ്റ് ചെയ്തതാണ്. 2017 ബിടെക്കും 2020 എംടെക്കും കംപ്ലീറ്റ് ആയി. ബിടെക് ചെയ്തത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആയിരുന്നു, എംടെക് മെറ്റീരിയൽ സയൻസും. അപ്പോൾ ഞാനിവിടെ പറയാൻ പോകുന്നത് എൻ്റെ ജീവിത കഥയാണ്. അപ്പോൾ നിങ്ങളെല്ലാം വിചാരിക്കും ജീവിത കഥ എന്ന് പറയുമ്പോൾ 2 മണിക്കൂറോ 3 മണിക്കൂറോ ഉണ്ടോ? ഇല്ല, ജസ്റ്റ് ഒരു 5 മിനിറ്റാണ്. കാരണം ഈ 5 മിനിറ്റിൽ നിങ്ങൾ ലൈഫ് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ടെന്ന് എനിക്ക് വിശ്വാസം ഉണ്ടായതുകൊണ്ടാണ് ഞാൻ ഇവിടെ പറയുന്നത്. ഓക്കെ, അതായത് ആരൊക്കെ ഇന്ന് റിപ്പീറ്റിംഗ് ലൈഫിലേക്ക് പോകാനിരിക്കുന്നോ, അല്ലെങ്കിൽ മുമ്പ് ആരൊക്കെ റിപ്പീറ്റ് ലൈഫിൽ വന്നിട്ടുണ്ടോ അവരൊക്കെ ഫേസ് ചെയ്ത കുറേ ഇഷ്യൂസ് ഉണ്ട്. ആ ഇഷ്യൂസ് ഞാനും ഫേസ് ചെയ്തിട്ടുണ്ട്. അതായത് 1 മുതൽ +2 വരെ ഞാൻ പഠിച്ചത് സാധാരണ ഒരു എയ്ഡഡ് സ്കൂളാണ്, മർത്തോമ ഹയർ സെക്കൻഡറി സ്കൂൾ, ചുങ്കത്തറ. ആ ഒരു എയ്ഡഡ് സ്കൂൾ പഠിക്കുമ്പം നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു എയ്ഡഡ് സ്കൂളാകുമ്പോൾ നമ്മൾ പഠിക്കുമ്പോൾ ഉണ്ടാകുന്ന കുറേ ഡിഫിക്കൽട്ടീസും കുറേ ഗുണങ്ങളും ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട്. ഡിഫിക്കൽട്ടി ഇൻ ദ സെൻസ് സ്കൂൾ അടിപൊളിയാണ്, ഒരു രക്ഷയില്ലാത്ത സ്കൂളാണ്, അതിനൊരു ഡൗട്ടും ഇല്ല. പക്ഷെ എന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു ചുങ്കത്തറ പഞ്ചായത്ത്, ഒരു പഞ്ചായത്തിൻ്റെ ഉള്ളിലായിരുന്നു എൻ്റെ ലൈഫ് ഉണ്ടായിരുന്നത്. അതിന് പുറത്തേക്ക് ഒരു കിണറ്റിലെ തവള എന്നൊക്കെ പറയുന്ന പോലെ അതിന് പുറത്തേക്കുള്ള ഒരു ഇമാജിനേഷൻ എനിക്കില്ലായിരുന്നു. അതായത് +2 ശേഷം എന്ത് ചെയ്യണം ഒന്നും അറിയില്ല, അല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും 10ാം ക്ലാസ് കഴിഞ്ഞാൽ എന്താ നിങ്ങൾ ആഗ്രഹം? ഒരാഗ്രഹം ഉണ്ടാവില്ല. 90% ആൾക്കാർക്കും എന്താല്ല, ഒരാഗ്രഹമില്ല. അതേപോലെ എനിക്കൊരു ആഗ്രഹമില്ലായിരുന്നു. 10ാം ക്ലാസ് കഴിഞ്ഞു. സോ 10ാം ക്ലാസ് നല്ല മാർക്കുണ്ട്, 9 A+ ഉണ്ടായിരുന്നു. സോ എന്ത് ചെയ്യണം? സയൻസ് എടുക്കാം, അല്ലേ? 9 A+ കിട്ടിയാൽ പിന്നെ സയൻസ് ആണല്ലോ. 10 A+ കിട്ടിയാൽ 9 A+ കിട്ടിയാൽ പിന്നെ എന്താ? സയൻസ് ആണ്. ഞാൻ സയൻസ് എടുത്തു. എല്ലാവരും പറഞ്ഞ പോലെ എന്ത് ചെയ്തു? സയൻസ് എടുത്തു. അത് സയൻസിനോടുള്ള വലിയ ഇഷ്ടം കൊണ്ടൊന്നല്ല, എല്ലാവരും അങ്ങനെയാണ് പോകുന്നത്. അതുകൊണ്ട് ഞാനും അങ്ങനെ പോയി. ദെൻ +1 ചേർന്നപ്പം എനിക്കൊരാഗ്രഹമില്ല, +1 +2 എങ്ങനെയും കംപ്ലീറ്റ് ആക്കുക, അല്ലേ? അത് NITയോ IITയോ എനിക്ക് എന്താന്ന് പോലും അറിയില്ല. +2ൻ്റെ ഒരു അവസാന കാലഘട്ടത്തിലാണ് എന്താണ് NIT, എന്താണ് IIT, എങ്ങനെ NITയിലേക്ക് എത്താം, എങ്ങനെ IITയിലേക്ക് എത്താം എന്നുള്ള ഒരു ബേസിക് ഐഡിയ ഉണ്ടായത്. അതിന് ആ സമയത്ത് ആക്ച്വലി 2012 ഞാൻ +2 പാസ് ചെയ്തത്. ആ ഒരു സമയത്ത് ഉണ്ടായിരുന്നത് AIEEE അവസാനത്തെ എക്സാമാണ്. AIEEE കഴിഞ്ഞ് JEE മെയിൻ ആവാനിരിക്കുകയാണ്. അപ്പോൾ AIEEE അവസാനത്തെ എക്സാമാണ് ആ ഒരു സമയത്ത് ഉണ്ടായിരുന്നത്. അപ്പോൾ ടീച്ചേഴ്സ് എന്നോട് പറഞ്ഞു, അതാ AIEEE എന്നൊരു എക്സാം ഉണ്ട്. ആ AIEEE എക്സാം എഴുതിയാൽ നിങ്ങൾക്ക് എവിടെ എത്താൻ പറ്റും? NIT കാലിക്കറ്റിലേക്ക് എത്താൻ പറ്റും. അതിനുശേഷം IIT JEE എക്സാം ഉണ്ട്, അത് എഴുതിയാൽ IITയിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ എന്താണ് NIT, എന്താണ് IIT? 2 പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അതുകൊണ്ട് അവിടെ പഠിച്ചാൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. എന്താ ഗുണമെന്ന് എനിക്കറിയില്ല. ഒരുപാട് സാലറി കിട്ടുമെന്ന് മാത്രം അറിയാം, വേറൊന്നും എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ ഓക്കെ, അങ്ങനെയെങ്കിൽ AIEEE എക്സാം ഒന്ന് എഴുതി നോക്കാമെന്ന് വെച്ചാൽ എന്ത് ചെയ്തു? +2ൻ്റെ കൂടെ AIEEE എക്സാം എഴുതി. ഓഫ് കോഴ്സ് ഒന്നും അറിയില്ല, പൊട്ടിപ്പോയി, കിട്ടിയില്ല. +2ൻ്റെ കൂടെ ഞാൻ AIEEE എക്സാം എഴുതി, കിട്ടിയില്ല. 120 സംതിങ് ആയിരുന്നു എനിക്ക് മാർക്ക്, ഔട്ട് ഓഫ് 360. വളരെ ലോ മാർക്കായിരുന്നു, കിട്ടിയില്ല. അപ്പോൾ ഇനി വേണ്ട, ഇഷ്ടമുള്ള എന്തായാലും +2ന് ശേഷം എൻ്റെ ലൈഫ് ബിടെക് ആണെന്ന് ഞാൻ തീരുമാനിച്ചു. പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല കേട്ടോ. ഫ്രണ്ട്സ് എല്ലാം ബിടെക്കിന് പോയതുകൊണ്ട് ഞാനും ബിടെക് ചൂസ് ചെയ്തു, അല്ലാണ്ട് ഒരു കാര്യമില്ല. അതായത് ഭയങ്കര ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു തിങ്കിങ്ങും അവിടെ പോയിട്ടില്ല. എൻ്റെ കൂടുതലുള്ള ആൾക്കാർ ബിടെക്കിന് പോവാണ്, അപ്പം ഞാനും എന്ത് ചെയ്തു? ബിടെക് ചൂസ് ചെയ്തു. അങ്ങനെ ഏതെങ്കിലും ഒരു കോളേജിലേക്ക് ബിടെക് അഡ്മിഷൻ എടുത്ത് പോവാം എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ആ സമയത്ത് എൻ്റെ പല ടീച്ചേഴ്സും പറഞ്ഞു, വെറുതെ ബിടെക്കിന് പോയി സമയം കളയല്ലേ, വെറുതെ ഏതെങ്കിലും ബിടെക്കിന് പോയി അല്ലെങ്കിൽ ഏതെങ്കിലും കോളേജിൽ പോയി സമയം കളയല്ലേ മോനെ, പകരം എന്ത് ചെയ്യും, ഒരു പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ട് ഏതെങ്കിലും നല്ല പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകും എന്ന് ടീച്ചേഴ്സ് എന്നോട് പറഞ്ഞു. ടീച്ചേഴ്സ് മാത്രമല്ല, എൻ്റെ പാരൻസും അതിന് സപ്പോർട്ടിങ് ആയിരുന്നു. അപ്പോൾ ശരിക്കും അതാണ് എൻ്റെ ടേണിംഗ് പോയിന്റ്. അതായത് ഞാൻ ആ സമയത്ത് ചിന്തിച്ചത്, എനിക്ക് 2 പാത്തുണ്ട്. ഒന്നെങ്കിൽ ഡയറക്റ്റായിട്ട് ഏതെങ്കിലും ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ പോവുക, 4 കൊല്ലം പഠിക്കുക, അല്ലേ? ദെൻ വേറൊരു പാത്ത് എന്ന് പറഞ്ഞത് ഒരു കൊല്ലം ഞാൻ കളയാം. 1 കൊല്ലം കളഞ്ഞിട്ട് എന്ത് ചെയ്യുക? റിപ്പീറ്റ് ചെയ്യുക. ആ റിപ്പീറ്റ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക? നല്ലൊരു പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പോവാം. പക്ഷെ ഞാൻ ആലോചിച്ചു, റിപ്പീറ്റ് ചെയ്താൽ 1 വർഷം എനിക്ക് പോകില്ലേ? പക്ഷേ വേറൊരു ആലോചനയിൽ എൻ്റെ ടീച്ചേഴ്സ് തന്നെയാണ്, എൻ്റെ സ്കൂളിലെ ടീച്ചേഴ്സ് പറഞ്ഞാണ്, നീ വെറുതെ 4 കൊല്ലം ഈ പാത്തിലേക്ക് പോയാൽ, ഏതാ ഈ പാത്ത്? വെറുതെ ഏതെങ്കിലും ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ പോയാൽ 4 വർഷം കഴിഞ്ഞാലേ പിന്നെ ഒരു 5-6 വർഷം നിങ്ങൾ വെറുതെ നടക്കേണ്ടി വരും, അല്ലേ? ആ ബിടെക് കഴിഞ്ഞ പ്ലേസ്മെൻ്റ് ഒക്കെ വളരെ കുറവാണ്. ഏതെങ്കിലും കോളേജിൽ പഠിച്ചാൽ പ്ലേസ്മെൻറ്റ് വളരെ കുറവാണ്. അത് ടീച്ചേഴ്സ് എന്നെ പറഞ്ഞ് മനസ്സിലാക്കി. അതായത് ഇപ്പോൾ കളയുന്ന 1 വർഷമാണോ അതോ 4 കൊല്ലം കഴിഞ്ഞിട്ട് കളയുന്ന 5 വർഷമാണോ വലുത്? അപ്പം ഞാൻ വിചാരിച്ചു വേണ്ട, അല്ലേ? ഇപ്പോൾ 1 വർഷം കളഞ്ഞാലും പ്രശ്നമല്ല, അത് 1 വർഷമല്ലേ, പ്രശ്നമല്ല. അതിനുശേഷം എനിക്ക് എന്ത് ചെയ്യാം? 4 കൊല്ലം എന്ത് ചെയ്യാം? ഒരു പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിക്കാമല്ലോ. ആ ഒരു തിങ്കിങ്ങിലാണ് എന്ത് ചെയ്ത് എൻ്റെ ടീച്ചേഴ്സ് കൊണ്ടെത്തിച്ച്.
അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഓക്കെ എന്നാൽ റിപ്പീറ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഒരു കൊല്ലം റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്തു, ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പോയി. അങ്ങനെ ഒരു കൊല്ലം റിപ്പീറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. പക്ഷേ അവിടെ ഒരു പ്രശ്നം പറ്റി. കാരണം ഞാൻ സ്കൂളിൽ ഒരു ടോപ്പറായിരുന്നു. ടോപ്പർ മീൻസ് ഫസ്റ്റ് റാങ്ക് ഒന്നല്ല, ഒരു 2 or 3 റാങ്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ലൈഫിൽ ഉണ്ടായിരുന്ന ഒരാൾ നേരെ വേറൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് റിപ്പീറ്റിങ്ങിന് പോയപ്പം എനിക്കൊന്നും അറിയില്ലായിരുന്നു. ആകെ ഉണ്ടായിരുന്ന 220 കുട്ടികൾ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ. ഫസ്റ്റ് എക്സാമിൽ എനിക്കുണ്ടായിരുന്ന റാങ്ക് 210. അപ്പോൾ തകരാൻ അതിൻ്റെ അപ്പുറം ഒന്നും വേണ്ടല്ലോ, തളർന്നു പോയി. അപ്പം ഞാൻ വിചാരിച്ചു വേണ്ടിയിരുന്നില്ല. ഞാൻ പഴയ ടീച്ചേഴ്സ് ഉണ്ടല്ലോ, എന്നോട് റിപ്പീറ്റ് ചെയ്യാൻ പറഞ്ഞ ആ ടീച്ചേഴ്സ്, അവരെ പ്രാഗി. എന്തിനാണ് ഞാൻ റിപ്പീറ്റ് ചെയ്യാൻ വന്നത്, എനിക്കിതൊന്നും പറ്റൂല എന്ന് വിചാരിച്ച് ഞാൻ തിരിച്ചു പോകാൻ നിന്നു. പക്ഷെ ഞാൻ ജസ്റ്റ് ഒന്ന് ആലോചിച്ചു, വേണ്ട എന്തായാലും വന്നില്ലേ, ബാക്കി കൂടെ ഒന്ന് ചെയ്ത് നോക്കാം, ഒരു 2 എക്സാം കൂടെ എന്ത് ചെയ്യാം, ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ചു. അങ്ങനെ അറ്റൻഡ് ചെയ്തപ്പം എൻ്റെ റാങ്ക് പതിയെ ഇൻക്രീസ് ചെയ്തു. ഐ മീൻ എന്ത് ചെയ്തു, കുറഞ്ഞു. നമ്മളെ റാങ്ക് ആദ്യം 220 ആയിരുന്ന റാങ്ക് 180 160 100 100 താഴെ വന്നു, 50 താഴെ വന്നു. അപ്പം സന്തോഷമായി. അപ്പോൾ എനിക്ക് പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് അവിടെ ഉണ്ടായി. ഒരവസാന സമയത്തൊക്കെ എനിക്കറിയായിരുന്നു എന്തെങ്കിലുമൊക്കെ റാങ്ക് എനിക്ക് കിട്ടും എന്ന് അറിയായിരുന്നു. അങ്ങനെ എക്സാം എഴുതാൻ പോയി. JEE എക്സാം ഞാൻ ക്രാക്ക് ചെയ്തു. JEE എക്സാമിന് ഓൾ ഇന്ത്യ റാങ്ക് 1000 താഴെ എനിക്ക് വന്നു. അതിനുശേഷം ഞാൻ JEE അഡ്വാൻസ് എഴുതി. ആക്ച്വലി JEE അഡ്വാൻസ് ഞാൻ ക്രാക്ക് ചെയ്തു. JEE അഡ്വാൻസിൽ OBC റാങ്ക് 3000 സംതിങ് ആയിരുന്നു എനിക്കുണ്ടായിരുന്നത്. പക്ഷെ അതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചൊരു ബ്രാഞ്ച് എനിക്ക് കിട്ടില്ലായിരുന്നു. IIT ഖരഗ്പൂരിൽ നേവൽ ആർക്കിടെക്ചർ അങ്ങനത്തെ ബ്രാഞ്ചിൽ ഒഴികെ ബാക്കിയുള്ള ബ്രാഞ്ചൊന്നും, അതായത് പ്രീമിയം ബ്രാഞ്ചസ് ആയുള്ള CSE EC മെക്കാനിക്കൽ ഇതൊന്നും കിട്ടില്ലായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു NIT കാലിക്കറ്റ് എനിക്ക് കിട്ടും. NIT കാലിക്കറ്റിൽ അന്നത്തെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കോഴ്സായിരുന്നു മെക്കാനിക്കൽ. അന്ന് എല്ലാവരും ചൂസ് ചെയ്ത് മെക്കാനിക്കലായിരുന്നു. ആ മെക്കാനിക്കൽ എനിക്ക് കിട്ടും. ഞാൻ ചൂസ് ചെയ്തു, മെക്കാനിക്കൽ കിട്ടി അല്ലേ. അങ്ങനെ 4 വർഷം ഞാൻ മെക്കാനിക്കൽ പഠിച്ചു. ആ 4 വർഷം പിന്നെ എനിക്കുണ്ടായിരുന്ന ടാഗ് NIT എന്നായിരുന്നു. ഏതൊരു കല്യാണത്തിന് പോയാലും ഏതൊരു പരിപാടിക്ക് പോയാലും എല്ലാവരും എന്നെ പറയാ, അവനൊരു NIT എന്നാണ്, അവനൊരു NIT എന്നാണ്. അത് ആക്ച്വലി എനിക്കുണ്ടാക്കിയ കോൺഫിഡൻസ് വളരെ വലുതാണ്. ആ ഒരു കോൺഫിഡൻസ് ലെവൽ കൊണ്ടാണ് ഞാൻ പിന്നീട് ജീവിച്ചത്. ഇതുവരെ ഈ സമയം വരെ ഞാൻ ജീവിച്ചത് ആ NIT എന്ന ടാഗ് ഉപയോഗിച്ചാണ്. സൈലത്തിൽ ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്നതും ആ NIT എന്ന ടാഗ് ഉപയോഗിച്ച് മാത്രമാണ് അല്ലേ. എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഒരുപാട് കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ്. അവിടെ അവരുടെ തോളോട് തോള് ചേർന്ന് വർക്ക് ചെയ്യാൻ പറ്റിയത് എൻ്റെ ആ NIT എന്ന ടാഗ് കൊണ്ട് മാത്രമാണ്, അല്ലെങ്കിൽ ഇത് എനിക്ക് പറ്റൂലായിരുന്നു. ഓക്കെ, അപ്പോൾ ആ ഒരു ലെവൽ സാലറിയും എനിക്ക് കിട്ടുന്നത് ആ NIT എന്ന ടാഗ് കൊണ്ട് മാത്രമാണ്. അപ്പോൾ എനിക്ക് എൻ്റെ മക്കളോട് പറയാനുള്ള ഒരു കാര്യം മാത്രമാണ്, നിങ്ങൾക്ക് 2 ചോയ്സ് ഉണ്ട്. ഒന്നെങ്കിൽ ഏതെങ്കിലും ഒരു BTech കോളേജ് എടുത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ ഒരു വർഷം വേസ്റ്റ് ആക്കാതെ പോവാം. പക്ഷെ അവിടെ ഉണ്ടാകുന്ന പ്രശ്നം, ഒരു വർഷം വേസ്റ്റ് ആക്കിയില്ല നിങ്ങൾക്ക് തോന്നും, അവിടെ തോന്നും. പക്ഷെ 4 കൊല്ലം കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ആ ഒരു കൊല്ലം വേസ്റ്റ് ആക്കുന്നതാണോ, ഇനിയുള്ള എൻ്റെ ലൈഫ് മൊത്തം വേസ്റ്റ് ആക്കുന്നതാണോ ബെസ്റ്റ് അല്ലേ. കാരണം നിങ്ങൾ ഏതെങ്കിലും ഒരു കോളേജ് പഠിച്ചാലേ നിങ്ങൾക്ക് ബ്രാൻഡ് വാല്യൂ ഉണ്ടാവില്ല. നിങ്ങൾ പഠിച്ച കോളേജ് ചിലപ്പോൾ നിങ്ങൾക്ക് പറയാൻ പോലും മടിയായിരിക്കും. അത് ഏത് കോളേജിലാണ് പഠിച്ചതെന്ന് നാട്ടുകാരോട് പറയാൻ മടിയായിരിക്കും. നാട്ടുകാരോട് പറയേണ്ട ആവശ്യമൊന്നുമില്ല, പക്ഷെ നിങ്ങൾക്ക് തന്നെ ഒരു മടി ഉണ്ടാവും അല്ലേ. പകരം നിങ്ങൾ ഒരു NIT അല്ലെങ്കിൽ IITയിലാണ് പഠിച്ചതെങ്കിൽ ലൈഫ് ലോങ് നിങ്ങൾക്ക് എന്തുണ്ടാവും, NIT എന്ന ടാഗ് ഉണ്ടാവും. ആ NIT എന്ന ടാഗ് തരാൻ പോകുന്ന ഒരു കോൺഫിഡൻസ് അത് വളരെ വലുതാണ്. അത് ഒരു വർഷം കഷ്ടപ്പെട്ടതുകൊണ്ട് അതിന് വേർത്താണ് എന്ത്, NIT എന്ന ടാഗും IIT എന്ന ടാഗും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയാണ്, ഒരു വർഷം റിപ്പീറ്റ് ചെയ്യുന്നത് ഒരിക്കലും എന്തല്ല, നഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ സന്തോഷത്തിൽ പറയും, ഞാൻ ഒരു റിപ്പീറ്റർ ആയിരുന്നു. ലൈഫ് ലോങ് ഞാൻ പറയും ഞാൻ റിപ്പീറ്റർ ആയിരുന്നു. പക്ഷെ ആ റിപ്പീറ്റർ കൊണ്ട് എന്ത് ചെയ്തു, ഞാൻ എൻ്റെ ലൈഫ് സെറ്റിലാക്കി എന്ന് പറയും. താങ്ക് യു.